കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഇത്രയും പേർക്ക് ദൈവവചന പഠനത്തിനായിട്ട് ചേർന്ന് വരുവാൻ കർത്താവ് അവസരം തന്നല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും കടന്നു വന്ന എല്ലാ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. വളരെ ബൃഹത്തായ ഒരു വിഷയത്തെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നിത്യത മുതൽ നിത്യത വരെ, ഫ്രം പാസ്റ്റ് ഇറ്റേണിറ്റി ടു ഫ്യൂച്ചർ ഇറ്റേണിറ്റി. ഈ ബൃഹത്തായ വിഷയത്തെ ചില ചെറിയ യൂണിറ്റുകളായിട്ട് തിരിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പകുതിയോളം നമ്മുടെ പഠനം കഴിഞ്ഞു. എന്നാൽ ഇനിയുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടെ നമ്മളോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് തുടങ്ങിയത് 5 ഉടമ്പടികളെ കുറിച്ചാണ്. 5 covenant promises of God. ദൈവത്തിൻ്റെ 5 വാഗ്ദത്ത ഉടമ്പടികൾ. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പരന്നു കിടക്കുന്ന വേദപുസ്തക ചരിത്രത്തെ ദൈവം മനുഷ്യനോട് ചെയ്യുന്ന 5 ഉടമ്പടികളായിട്ട് തിരിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എന്താണ് ഒരു ഉടമ്പടി എന്ന് പറഞ്ഞാൽ? വാട്ട് ഇസ് മെന്റ് ബൈ എ കവനന്റ്? ഒരു ഉടമ്പടി എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിച്ചു. എന്താണ് ഒരു ഉടമ്പടി? ഒരു ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. വ്യക്തിപരമായി ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അതാണ് ഉടമ്പടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരർത്ഥം. മാത്രമല്ല, ആ ഉടമ്പടിക്കകത്ത് വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പിതാവായ ദൈവത്തോട് ഈ മനുഷ്യനെ എങ്ങനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ഈ 2 ആസ്പെക്ട്സ് ആണ് ഒരു ഉടമ്പടിയിലുള്ളത്. ഒന്ന്, ദൈവവും മനുഷ്യനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിലൂടെ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ ആസ്പെക്ട്, പിതാവായ ദൈവത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ആ ദൈവത്തിങ്കലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതാണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, എല്ലാ ഉടമ്പടിക്കും 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് 3 ഭാഗങ്ങൾ? ഓർക്കുന്നുണ്ടോ? റിവിഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, എല്ലാ ഉടമ്പടിയിലും ഒരു പ്രതിജ്ഞയുണ്ട്, ഒരു ഓത്തുണ്ട്, അല്ലേ? ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നോഹയോട് പറഞ്ഞു, ഇനി ജലപ്രളയത്താൽ ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കുകയില്ല. ഒരു ഉടമ്പടിയിൽ ഒരു പ്രതിജ്ഞയുണ്ട്, ഒരു പ്രതിജ്ഞ. രണ്ടാമത്, എല്ലാ ഉടമ്പടിക്കും ഒരു അടയാളമുണ്ട്, അല്ലേ? മൂന്നാമത്, എല്ലാ ഉടമ്പടിയിലും ചില സെറമണീസ് ഉണ്ട്, ചില യാഗങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം എല്ലാ ഉടമ്പടിയിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 തരത്തിൽപ്പെട്ട ഉടമ്പടികളെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ് 2 തരം ഉടമ്പടികൾ? ഓർക്കുന്നുണ്ടോ? കണ്ടീഷണൽ കവനന്റ് അല്ലെങ്കിൽ വ്യവസ്ഥകളോടുകൂടെയുള്ള ഉടമ്പടിയും, 2 അൺകണ്ടീഷണൽ കവനന്റ് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ കൂടാതെയുള്ള ഉടമ്പടിയും. നോഹയോട് ദൈവം ചെയ്ത ഉടമ്പടി ഏത് ഉടമ്പടിയാണ്? നോഹയോട് ദൈവം ഉടമ്പടി ചെയ്തു, ഞാൻ ഇനി ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കയില്ല. അത് കണ്ടീഷണൽ ആണോ അൺകണ്ടീഷണൽ ആണോ? എന്തെങ്കിലും വ്യവസ്ഥ പറഞ്ഞോ? ഇല്ല, അൺകണ്ടീഷണൽ ആണ്, അല്ലേ? നോഹയോട് പറഞ്ഞില്ല, ഇനിയും മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഞാൻ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കും, നടന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്ങനാണോ? അല്ല. നിങ്ങൾ മര്യാദയ്ക്ക് നടന്നാലും മര്യാദയ്ക്ക് നടന്നില്ലെങ്കിലും, പാപം ചെയ്താലും ചെയ്തില്ലെങ്കിലും സർവ്വജഡത്തെയും ഞാൻ ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ല. അത് അൺകണ്ടീഷണലായ ഒരു ഉടമ്പടിയാണ്. എന്നാൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് കണ്ടീഷണലായ ഉടമ്പടിയാണ്. മോശയിക ഉടമ്പടി എന്ന് പറയുന്നത് വ്യവസ്ഥയോടുകൂടെയുള്ള ഉടമ്പടിയാണ്, അല്ലേ? നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ എനിക്ക് വിശുദ്ധ വംശമായിരിക്കും, രാജകീയ പുരോഹിത വർഗമായിരിക്കും എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഒരു കണ്ടീഷൻ അവിടെ വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് 5 ഉടമ്പടികൾ? 3 ഉടമ്പടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. ഒന്നാമത് പഠിച്ച ഉടമ്പടി നോഹൈക ഉടമ്പടി, 2 നോഹയോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി, 2
അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി വളരെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ ഉടമ്പടിയാണ് മോശൈക ഉടമ്പടി, അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്നത് മോശൈക ഉടമ്പടിയിലൂടെ നൽകപ്പെട്ടതാണ് എന്ന് നമ്മൾ കാണാനായിട്ട് ഇടയായി. ഈ 3 ഉടമ്പടിക്കും ഓരോ പ്രതിജ്ഞയുണ്ട്, ഒരടയാളമുണ്ട്, ഒരു സെറമണിയുണ്ട്, അല്ലേ? നമുക്കറിയാമല്ലോ, നോഹയോടുള്ള ഉടമ്പടി അൺകണ്ടീഷണൽ ആണ്. അതിനകത്തൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അടയാളം? മഴവില്ലായിരുന്നു. അബ്രഹാമിനോടൊരു ഉടമ്പടി ചെയ്തു. ഉടമ്പടിയിലെ അടയാളം എന്തായിരുന്നു? അബ്രഹാമിന് കൊടുത്ത ഉടമ്പടിയുടെ അടയാളം പരിച്ഛേദന, സർക്കംസിഷൻ എന്നുള്ളതായിരുന്നു. മൂന്നാമത്തെ ഉടമ്പടി മോശയോടുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് ശബത്ത് ആചരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. 4ഉം 5ഉം ഉടമ്പടികൾ നമ്മൾ പഠിക്കും. എന്നിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ 5ാമത്തെ ഉടമ്പടി പ്രധാനപ്പെട്ടതായത്, അല്ലെങ്കിൽ why does the last covenant, the മെശിഹൈക ഉടമ്പടി എന്തുകൊണ്ടാണ് വളരെ ശ്രേഷ്ഠമായിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതുവരെ ക്ലിയർ ആണല്ലോ, അല്ലേ? ഓക്കെ, നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാം പുതിയ കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളൊന്ന് അടുക്കി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 2 ശമൂവേലിന്റെ പുസ്തകം 7ാമത്തെ അധ്യായത്തിലാണ് ദൈവം ദാവീദിനോട് ഒരു ഉടമ്പടി ചെയ്യുന്നത്. ഈ ദാവീദിനോട് ചെയ്യുന്ന ഉടമ്പടി വളരെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ്. കാരണം ഇതിന് യേശുക്രിസ്തുവുമായി നേരിട്ട് ബന്ധമുണ്ട്. അതാണ് ഈ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. 2 ശമൂവേൽ 7ാമത്തെ അധ്യായത്തിന്റെ 8 മുതൽ 8ഉം 9ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ദൈവം തൻ്റെ പ്രവാചകനോട് പറയുകയാണ്, നീ എൻ്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. ദാവീദിനോട് പറയുകയാണ്, ഞാൻ നിന്റെ പേര് വലുതാക്കും. എന്നിട്ട് 10ഉം 11ഉം വാക്യങ്ങളിൽ വരുമ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും. അപ്പൊ ഇത് പറയുമ്പോൾ, ഈ നടും എന്നൊക്കെ പറയുമ്പോൾ, ഇസ്രായേലിനൊരു ദേശം സ്വന്തമായിട്ടുണ്ടോ? ഉണ്ട്. അവരിപ്പോ കനാൻ ദേശത്ത് പാർക്കുകയാണ്. പക്ഷെ അവിടെ പാർക്കുമ്പോൾ തന്നെ ദൈവം ദാവീദിനോടൊരു ഉടമ്പടി പറയുകയാണ്, അവരെ ഞാൻ ഒരു സ്ഥലത്ത് നടും, അവരവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കണം അവരെ നടും. പണ്ടത്തെ പോലെയും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ എൻ്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. ഇതാണ് ആ ഉടമ്പടിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. 12ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് ഞാനൊന്ന് നിർത്താം. 12ാം വാക്യം, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജത്വം ഉറപ്പാക്കുകയും ചെയ്യും. ഇവിടെ ദാവീദിനും കൊടുക്കുന്ന ഉടമ്പടിയാണ്. ദാവീദിനോട് പറഞ്ഞു, 1, നിന്റെ ശത്രുക്കളെ എല്ലാം ഞാൻ നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയും. 2, ഇസ്രായേലിന് ഇളകാത്ത ഒരു പാർപ്പിടം കൊടുക്കും. 3, അവിടെ പറയുകയാണ്, നിന്റെ സന്തതി സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കും, രാജത്വത്തെ ഞാൻ ഉറപ്പാക്കുകയും ചെയ്യും. ഇത് ഏത് ടൈപ്പ് കവനന്റ് ആണ്? കണ്ടീഷണൽ ആണോ അൺകണ്ടീഷണൽ ആണോ? എന്തെങ്കിലും വ്യവസ്ഥ ദൈവം ദാവീദിനോട് പറഞ്ഞോ? ഇല്ല. ഇതൊരു
അൺകണ്ടീഷണൽ കവനന്റ് ആണ്. റോയൽ ഗ്രാൻഡ് കവനന്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. റോയൽ ഗ്രാൻഡ് കവനന്റ്, അൺകണ്ടീഷണൽ, വ്യവസ്ഥ കൂടാതെ ദൈവം അവരോട് പറയുകയാണ്, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിനക്ക് വേണ്ടി ചെയ്യും, നിന്റെ ജനത്തിന് വേണ്ടി ചെയ്യും, നിന്റെ സന്തതിക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ട് ഇത് അൺകണ്ടീഷണൽ ആണ്. ദാവീദേ, നീ എന്നോട് എങ്ങനെ ചെയ്യുന്നോ അതനുസരിച്ച് ഞാൻ ചെയ്യാമെന്നല്ല, പിന്നെയോ നീ എങ്ങനെയാണെങ്കിലും ഞാൻ വിശ്വസ്തനായ ദൈവമായതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ നിന്നോട് വാഗ്ദത്തം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. മാത്രമല്ല, ഈ കവനന്റ്, ഈ ഉടമ്പടി എന്നേക്കുമുള്ള ഒരു ഉടമ്പടിയാണ്. ഇതൊരു ഇറ്റേണൽ കവനന്റാണ്. എന്തുകൊണ്ടാണ് ഇത് ഇറ്റേണൽ കവനന്റ് ആണെന്ന് പറയാൻ കാരണം, ദാവീദിന്റെ ഈ സന്തതി ആരാ? യേശു ക്രിസ്തുവാണ്. കേവലം ശലോമോൻ അല്ല ഈ ഉടമ്പടി. അങ്ങനാണെങ്കിൽ എങ്ങനെ ശലോമോന്റെ രാജ്യത്വം എന്നേക്ക് സ്ഥിരമായിരുന്നോ? ഇല്ല. ശലോമോൻ കുറച്ച് നാള് ഒക്കെ ഭരിച്ചു. പക്ഷേ ദാവീദിന്റെ സന്തതിയായി ജനിച്ച ഒരുവൻ എന്നേക്കും രാജാവായിരിക്കും. അത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയെ ഇറ്റേണൽ കവനന്റ്, എന്നേക്കുമുള്ള ഉടമ്പടി എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയുടെ അടയാളം എന്താണെന്ന് അറിയാമോ? ഇതുവരെ കണ്ട എല്ലാ ഉടമ്പടിക്കും ഒരു അടയാളമുണ്ട്. ഈ ഉടമ്പടിയുടെ അടയാളം എന്താ? ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് രാജാവായിരിക്കുന്നു എന്നുള്ളതാണ്. resurrected Christ enthroned. യേശു ക്രിസ്തു രാജാവായി സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉടമ്പടിയുടെ അടയാളം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉടമ്പടി നമ്മൾ ഇതുവരെ കണ്ട ഉടമ്പടിയിലൊക്കെ അന്നേരം അടയാളം കാണിച്ചു കൊടുത്തല്ലേ? അവിടെയും ഒരു അടയാളം അന്നേരം കാണിച്ചു കൊടുത്തു. ദാവീദിന്റെ സിംഹാസനം. ദാവീദിന്റെ സിംഹാസനമാണ് വാസ്തവത്തിൽ ഈ ഉടമ്പടിയുടെ അടയാളം. ആ സിംഹാസനത്തിൽ ആരാണ് ഇരിക്കുന്നത്? അത് ശലോമോനെ കുറിച്ചല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തു ആ സിംഹാസനത്തിന്മേൽ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് നമ്മുടെ മുമ്പിൽ ഇന്ന് വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. ഇനി അവിടെ ഒരു യാഗമുണ്ട്. 2 ശമൂവേൽ 6-ാമത്തെ അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ ഉടനടി ദാവീദ് അവിടെ ഒരു യാഗമൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഉടമ്പടിയിലും ഒരു യാഗം വരുന്നുണ്ട്. ഞാൻ ആ യാഗത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുന്നില്ല, കാരണം അങ്ങനെ നമ്മൾ പഠിക്കാൻ പോയാൽ ഇത് തീരില്ല. അതുകൊണ്ടാണ്. എന്നാൽ ഈ ഉടമ്പടിയുടെ ബെനഫിഷ്യറീസ് ആരൊക്കെയാണ്? ആർക്കാണ് ഈ ഉടമ്പടി പ്രയോജനപ്പെടുന്നത്? ദാവീദിനോടാണ് ഈ ഉടമ്പടി ചെയ്തത്, അല്ലേ? അപ്പൊ നമ്മൾ ഒറ്റ നോട്ടത്തിൽ ആരാണ് പ്രയോജനപ്പെട്ടത്? ദാവീദ് അന്ന് കിടന്നുറങ്ങിയത് എങ്ങനെയായിരിക്കും? വളരെ സംതൃപ്തിയോടെ, വളരെ സന്തോഷത്തോടായിരിക്കും അന്ന് ദാവീദ് കിടന്നുറങ്ങിയത്. പക്ഷേ ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, കാരണം ആ ഒരു രാജ്യത്തെ കുറിച്ച് പറഞ്ഞു, അല്ലേ? ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യത്വം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം ഇളകാത്തതായിരിക്കും. മറ്റൊരു ഉടമ്പടി മറ്റൊരു കാര്യം, പ്രതിജ്ഞ അതിനകത്ത് വന്നു, സ്വസ്ഥത, റെസ്റ്റ്. ഇതൊക്കെ ആർക്കാ പ്രയോജനപ്പെട്ടത്? അത് കേവലം ദാവീദിന് മാത്രമല്ല. ഈ സ്വസ്ഥത എന്ന് പറയുന്ന വിഷയം തന്നെ ഒരു ഡീറ്റെയിൽഡ് ടോപ്പിക്കാണ് കേട്ടോ. ശബത്ത് എന്ന് പറയുന്ന വിഷയം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ പഠിക്കണം, അത് വെളിപ്പാട് വരെ നീണ്ടു കിടക്കുന്ന ഒരു വിഷയമാണ്. നിത്യത മുതൽ നിത്യത വരെയുള്ളൊരു വിഷയമാണ്. നമ്മളത് പിന്നീട് പഠിക്കും. ഇവിടെ ഈ സ്വസ്ഥത എന്ന് പറയുന്നത് നമുക്കറിയാം, യോശുവ ജനത്തിന് സ്വസ്ഥത വരുത്തിന്ന് യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നു. എന്നാൽ എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നാൽ ശരിക്കും അവർക്ക് സ്വസ്ഥത വന്നില്ല. എന്തുകൊണ്ടാണ് ശരിക്കും അവർക്ക് സ്വസ്ഥത വരാഞ്ഞത്? കാരണം ഈ സ്വസ്ഥത എന്ന വാക്ക് ഒരു പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തമാണ്.
ആ ഉടമ്പടി, ദാവീദിന് കൊടുത്ത ഉടമ്പടി ആക്ഷരീകമായി നിവർത്തിക്കപ്പെടുന്നത് നിത്യതയിൽ മാത്രമേ ഉള്ളൂ, ഭാവികാല നിത്യതയിൽ. ഇന്ന് നാം ആത്മീയമായൊരു സ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. യേശുക്രിസ്തു പറഞ്ഞില്ലേ, ക്രൂശിൽ കിടന്നുകൊണ്ട് ഏറ്റവും അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് അവസാനം പറഞ്ഞ വാക്ക്? ടാറ്റ ബൈ ബൈ ഓക്കെ ആണോ? അല്ല, നിവൃത്തിയായി, ടെറ്റ്ലെസ്റ്റായി എന്നാ പറഞ്ഞത്. ടെറ്റ്ലെസ്റ്റായി, നിവൃത്തിയായി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഇനി ഒന്നും ചെയ്ത് തീർക്കേണ്ടതില്ല. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനി യാതൊരു സൽപ്രവൃത്തിയും അവശേഷിക്കുന്നില്ല. നിങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടതെല്ലാം, വീണ്ടെടുപ്പിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തീർത്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. അതാണ് ആ വാക്കിന്റെ അർത്ഥം. വാസ്തവത്തിൽ ആ ഉടമ്പടിയാണ് ദൈവം, ആ വാഗ്ദത്തമാണ് ഈ ഉടമ്പടികളിലൂടെ ഒക്കെ ദൈവം തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മൂന്നാമത്തെ ഉടമ്പടിയിൽ ശബത്താണ് അടയാളമായിട്ട് കൊടുത്തത്. പോട്ടെ, ഞാൻ എബ്രായ ലേഖനത്തിലേക്ക് നമ്മളത് പിന്നീട് വരുന്നുണ്ട്, അന്നേരം ഞാൻ ആ വിഷയം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്നും നമുക്ക് ഈ ഉടമ്പടികൾ ബാധകമാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇപ്പോ ഈ ഉടമ്പടി എങ്ങനാ? ലൈവ് ആണോ അല്ലയോ? ആണ്. ഇന്ന് സ്പിരിച്വലി ലൈവാണ്. പക്ഷെ യേശു സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിനെ ഭരിക്കുന്നുണ്ടോ ഇപ്പോ? ആക്ഷരീകമായിട്ടില്ല, പക്ഷെ ആത്മീകമായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇന്ന് ദൈവരാജ്യം ഉണ്ടോ ഇല്ലയോ? ഒന്ന് പറഞ്ഞേ. ഇന്ന് ദൈവരാജ്യം ഉണ്ടോ? ഉണ്ട്. ഇന്ന് ആത്മീകമായി ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യത്തിന് പല ഘട്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? പഴയ നിയമഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം രാജാവാണ്. ശമൂവേലിനോട് ദൈവം പറയുന്നുണ്ട്, ഞാനാണ്, അവർ പറഞ്ഞല്ലോ, ഇസ്രായേൽ ജനങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഉടനെ ദൈവം ശമൂവേലിനോട് എന്നാ പറഞ്ഞേ? അവര് ന്യായാധിപനായ നിന്നെയല്ല തള്ളിക്കളഞ്ഞത്, രാജാവായ എന്നെ തള്ളിക്കളഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് അവർക്ക് വേറൊരു രാജാവിനാണ്. അപ്പൊ അന്നേരം ദൈവരാജ്യം ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞില്ലേ, ദാവീദിന്റെ സങ്കീർത്തനത്തിലൊക്കെ ദാവീദ് എഴുതുന്നത് ദൈവത്തെ രാജാവേ എന്നാ വിളിക്കുന്നത്. ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷനായി ദാവീദ് രാജ്യം ഭരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതാണ് ഓൾഡ് ടെസ്റ്റമെന്റിലെ ദൈവരാജ്യം, പഴയ നിയമത്തിലെ ദൈവരാജ്യം. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ രണ്ടാമതെന്ന് പറയുന്നത് യേശു പ്രസംഗിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ യേശു ക്രിസ്തു, യോഹന്നാനും യേശുവും പ്രസംഗിച്ച ഒരു സമയമാണ്. അതായത് ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു, കിങ്ഡം അറ്റ് ഹാൻഡ്. അതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നതാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അത് ആത്മീകമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. യേശുവിനെ കർത്താവായി അംഗീകരിച്ചവരെ, യേശു എൻ്റെ രാജാവാണെന്ന് ഏറ്റുപറയുന്നവർക്ക് അവര് ദൈവരാജ്യത്തിന്റെ പ്രജകളാണ്. ആത്മീകമായി ആ രാജ്യത്തിന്റെ രാജാവാണ് ക്രിസ്തു ഇന്നും. എന്നാൽ യേശു ക്രിസ്തു ആക്ഷരീകമായി 1000 ആണ്ട് വാഴും. അതാണ് ലിറ്ററൽ കിങ്ഡം, ആക്ഷരീകമായ ദൈവരാജ്യം. അപ്പൊ എത്ര എണ്ണമായി? 4. അത് കഴിഞ്ഞാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുത്തൻ യെരൂശലേം, അവിടെ യേശു ക്രിസ്തു എന്നേക്കും വാഴും. ഇതാണ് 5ാമത്തെ ഘട്ടം. അപ്പോൾ ഇപ്പോൾ ഈ ദാവീദിനോടുള്ള ഉടമ്പടി എന്ന് പറയുന്നത് ദൈവരാജ്യത്തിനകത്ത് ഇന്ന് ലൈവാണോ എന്ന് ചോദിച്ചാൽ ലൈവാണ്. പക്ഷെ ആക്ഷരീകമായിട്ട് ഇന്ന് യേശു ക്രിസ്തു രാജാവല്ല, പക്ഷെ ആത്മീകമായി യേശു ക്രിസ്തു രാജാവാണ്. 5ാമത്തെ ഉടമ്പടി വേഗത്തിൽ പറയാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയോ ഈ ദൈവരാജ്യത്തിന്റെ 5 ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ?
എങ്കിൽ പരിഹരിക്കാൻ മാർഗമുണ്ട്. യൂട്യൂബിൽ ഞാൻ എടുത്ത ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ക്ലാസ് കിടപ്പുണ്ട്. നിങ്ങളത് കേട്ടാൽ മതി. അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ക്ലാസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാനായിട്ട് കഴിയും. അതിൻ്റെ 1ാമത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കിടപ്പുണ്ട്. ഒരു പരസ്യം തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 5ാമത്തെ ഉടമ്പടിയിലേക്ക് വരാം. ഞാനിത് സാന്ദർഭികവശാൽ ഇവിടെ പറഞ്ഞതാണ് കേട്ടോ, ഈ ദൈവരാജ്യം. കാരണം ഈ ദാവീദിനോടുള്ള ഉടമ്പടി പറയുമ്പോൾ ദൈവരാജ്യം പറയാതെ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി മശിഹൈക ഉടമ്പടി അല്ലെങ്കിൽ ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടിയിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ ഇതുവരെ ചിന്തിച്ചതെല്ലാം പഴയ നിയമത്തിൽ കണ്ട ഉടമ്പടികളാണ്. എന്നാൽ പുതിയ ഉടമ്പടി മശിഹൈക ഉടമ്പടി എന്നാണ് പറയുന്നത്, മെസ്സിയാനിക് കവനന്റ്. ഈ ഉടമ്പടിയാണ് വാസ്തവത്തിൽ, ഇത് പുതിയ നിയമത്തിലല്ല ദൈവം ചെയ്തത്, പഴയ നിയമത്തിലെ ദൈവം ഈ ഉടമ്പടിയെ കുറിച്ച് വാഗ്ദത്തം ചെയ്തു. എവിടെയാണത്? ബുക്ക് ഓഫ് ജെറമ്യ 31-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളാണ്. ഞാനത് അതിനു മുമ്പ് ഒരു കാര്യം ഒന്ന് പറയാം. ചില ആളുകളൊക്കെ പറഞ്ഞ് പരത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ പുതിയ നിയമം എന്ന് പറയുന്നത് പൗലോസ് ഉണ്ടാക്കിയതാണ്, പൗലോസിന്റെ ഒരു സൃഷ്ടിയാണ് എന്ത് ഈ ക്രിസ്തീയതയും. ഈ ചില ആളുകൾ ഇതിനെ പറയും ഇത് ക്രിസ്ത്യാനിറ്റി അല്ല, ഇത് പോളൈനിറ്റി ആണെന്ന് പറയും. കാരണം ഈ പഴയ നിയമത്തിലുണ്ടായിരുന്ന പരിച്ഛേദന വേണ്ട എന്ന് പറഞ്ഞു, പഴയ നിയമത്തിലുണ്ടായിരുന്ന ശബത്തൊന്നും ഇനി വേണ്ട എന്ന് പറഞ്ഞു, ഇത് പോളൈനിറ്റിയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന പഠിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗക്കാർ പറയും ഈ പരിച്ഛേദനയൊക്കെ ഇപ്പോഴും വേണം, അതൊക്കെ പൗലോസ് മാറ്റിക്കളഞ്ഞതാണ്, പത്രോസും പൗലോസും തമ്മിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, പത്രോസ് പരിച്ഛേദനക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കോൺട്രവേഴ്സി ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും, ഇത് പൗലോസിന്റെ കണ്ടുപിടുത്തമല്ല. പുതിയ നിയമസഭയും പുതിയ നിയമ വിശ്വാസവും പുതിയ നിയമ ഉടമ്പടിയും ഇത് യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം പഴയ നിയമത്തിലെ വാഗ്ദത്തം ചെയ്ത ഒരു ഉടമ്പടിയാണ്. ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇത് പൗലോസിന്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, യിരെമ്യാ പ്രവാചകൻ മുതലേ ഈ പ്രവചനം നൽകിയിട്ടുണ്ട്. ഒന്ന് നോക്കിയാട്ടെ, യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം, ന്യൂ കവനന്റ്, പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ടോ, യിരെമ്യാ പ്രവാചകനോട് പറയണം, ഞാൻ പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതാണ് പുതിയ ഉടമ്പടി, പുതിയ നിയമം. ആ ഉടമ്പടിയിലെ ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ്? പ്രതിജ്ഞ എന്താണ്? ഓത്ത് ഓഫ് ദിസ് ന്യൂ കവനന്റ്. ഞാൻ ന്യായപ്രമാണത്തെ എവിടാക്കും? അവരുടെ ഉള്ളിലാക്കും, അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇതാണ് ഈ ഉടമ്പടിയുടെ പ്രതിജ്ഞ. ഈ ഉടമ്പടി ഏത് ടൈപ്പ് ഉടമ്പടിയാണ്? കണ്ടീഷണൽ ആണോ അൺകണ്ടീഷണൽ ആണോ? പുതിയ ഉടമ്പടി കണ്ടീഷണൽ ഓർ അൺകണ്ടീഷണൽ? അൺകണ്ടീഷണൽ ആണ്. റോയൽ ഗ്രാൻഡ് കവനന്റ് ആണ്, അൺകണ്ടീഷണൽ ആണ്. ഇത് എന്നേക്കുമുള്ള ഒരു ഉടമ്പടിയാണ്, എവർലാസ്റ്റിംഗ് കവനന്റ് ആണ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഉടമ്പടിയാണ്. ഇനി ഈ ഉടമ്പടിയുടെ അടയാളം എന്താണ്? ഒന്ന് നോക്കിയാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 28-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: അപ്പവും വീഞ്ഞും എടുത്തിട്ട് ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതിയതായി കുടിക്കുന്ന നാൾ വരെ
മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്. 1 കൊരിന്ത്യർ 11:24, 1 Corinthians 11:24, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഈ അടയാളം എന്തിനാ കൊടുക്കുന്നത്? ഓർമ്മയ്ക്കായിട്ടാണ്. അടയാളത്തിന്റെ ഒരു പ്രത്യേകത, അത് ഓർമ്മയ്ക്കായിട്ടാണ് കൊടുത്തത്. മഴവില്ല് കാണുമ്പോൾ ഒന്നാമത്തെ ഉടമ്പടിയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? സകല ജലത്തെയും ഞാനിനി ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ല. പരിച്ഛേദന കഴിക്കുമ്പോൾ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? അബ്രഹാമിനോടുള്ള ഉടമ്പടിയാണ്. ശബത്ത് ആചരിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ശബത്ത് ആചരിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ശബത്ത് ആചരിക്കുമ്പോൾ അവിടെ പറഞ്ഞത് ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു, സ്വസ്ഥത. എന്നാൽ ആവർത്തന പുസ്തകത്തിൽ ശബത്തിനെ കുറിച്ച് കൽപ്പന കൊടുത്തപ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഒരിക്കൽ മിസ്രയീമിന് അടിമകളായിരുന്നു എന്നും അവൻ തൻ്റെ നീട്ടിയ കരം കൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും നിങ്ങളെ വീണ്ടെടുത്തു എന്നുള്ളതിൻ്റെ ഓർക്കാനാണ് ശബത്ത്. ഇവിടെ ഈ ഉടമ്പടിയിലും ഒരടയാളം തന്നിരിക്കുകയാണ്. എന്താണ് ഓർക്കേണ്ടത്? അപ്പവും വീഞ്ഞും അടയാളമായിട്ട് വെച്ചിട്ട് പറയുകയാണ്, ഇത് എൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, എൻ്റെ ഓർമ്മയ്ക്കായി. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ ഓർക്കുവാൻ, ധ്യാനിക്കുവാൻ, ആ ക്രൂശിലൂടെ അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് തിരിച്ചറിയുവാൻ, ഒരു ഓർമ്മപ്പെടുത്തലുകൾക്കായി ഈ അടയാളം നമുക്ക് തന്നിരിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഇനി ഈ ഉടമ്പടിയിലും ഒരു യാഗമുണ്ട്. ഇതുവരെയുള്ള ഉടമ്പടിയിലും യാഗം ഉണ്ടായിരുന്നു. ഈ ഉടമ്പടിയിൽ ഒരു യാഗമുണ്ട്. ഇവിടത്തെ യാഗം ഏതാണ്? യാഗം യേശുവിന്റെ ക്രൂശ് മരണമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം, ഹീബ്രൂസ് 12:24, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ. ഈ പുതിയ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഈ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ എന്നല്ല. അവിടെ ഈ പുതിയ ഉടമ്പടിയാണ്, ന്യൂ കവനന്റ് ആണ് കേട്ടോ. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് പുതിയ നിയമം എന്നീ പുസ്തകങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കൽ അത്രയേ നിങ്ങൾ വന്നിരിക്കുന്നു. പുതിയ ഉടമ്പടിയുടെ സാക്രിഫൈസ് എന്താണ്? സെറമണി എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഉടമ്പടി ആർക്കാണ് പ്രയോജനപ്പെടുന്നത്? പെട്ടെന്നൊന്ന് ഓർത്താൽ ആർക്കാണ്? സകല മനുഷ്യർക്കും. സകല മനുഷ്യർക്കും. അത് ഈ ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയാണ്. ഒന്നാമത്തെ ഉടമ്പടി അതൊരു യൂണിവേഴ്സൽ ആയിരുന്നു, അല്ലേ? എല്ലാവർക്കും പ്രയോജനമുള്ളൊരു ഉടമ്പടിയായിരുന്നു. മഴവില്ല് ഒക്കെ തന്ന് എല്ലാവർക്കും പ്രയോജനമുള്ളൊരു ഉടമ്പടിയായിരുന്നു. അബ്രഹാമെ ഉടമ്പടി എല്ലാവർക്കും പ്രയോജനമുണ്ടോ? ഒറ്റ നോട്ടത്തിൽ എല്ലാവരും വിചാരിച്ചു പോയി ഇത് അബ്രഹാമിന്റെ സന്തതികളായി ജനിച്ച മനുഷ്യർക്ക് മാത്രമാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അബ്രഹാം വിശ്വാസികളുടെ പിതാവ് നമ്മൾ വിളിക്കാറുണ്ട്. അതിലൂടെ നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഉടമ്പടിയുടെ ബെനിഫിഷ്യറീസ് ആണ്, പ്രയോജനപ്പെടുന്നവരാണ്. ദാവീദിന്റെ ഉടമ്പടിയോ ഒറ്റ നോട്ടത്തിൽ അത് ആർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ? ദാവീദിനും ദാവീദിന്റെ മക്കൾക്കും, അല്ലേ? ദാവീദിന്റെ സന്തതി എന്നാ പറഞ്ഞത്. നമ്മൾ അങ്ങനെ വിചാരിക്കും. പക്ഷെ അതിലൂടെ യേശുക്രിസ്തു രാജാവായി സകല മാനവരാശിക്കും നീതിയോടും ന്യായത്തോടും കൂടെ ഭരണം നടത്തുമ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുമോ? തീർച്ചയായിട്ടും. പക്ഷെ അത് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഈ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത, ഇന്ന്
ഇപ്പോൾ നാം അതിൻ്റെ പ്രയോജനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ സർവലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യേശു ക്രിസ്തു അറുക്കപ്പെട്ടതിലൂടെ സർവലോകവും ഈ പുതിയ ഉടമ്പടിയുടെ പ്രയോജനം പ്രാപിക്കുന്നവരാണ്. പക്ഷേ ആ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർക്ക് മാത്രമേ അത് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഉടമ്പടി മറ്റുള്ള ഉടമ്പടികളെയൊക്കെ കവച്ചു വയ്ക്കുന്നൊരു ഉടമ്പടിയാണ്. അതാണ് ഈ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. വേറൊരു രീതിയിൽ പറഞ്ഞാൽ സെക്യൂർ സാൽവേഷൻ, രക്ഷ ഉറപ്പാക്കുന്ന ഒരു പുതിയ ഹൃദയം. യെരമ്യാ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു അല്ലേ? ഹൃദയത്തെക്കുറിച്ച് വായിച്ചു. നമ്മൾ അതിലേക്ക് ഇനി വരുന്നുണ്ട്, ഒന്നോടെ വരുന്നുണ്ട്. ഈ ഉടമ്പടിയുടെ ശ്രേഷ്ഠത എന്താണെന്ന് പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ 5-6 പോയിന്റ് അവിടെ പറയും. ഈ ഉടമ്പടി ഒരു പുതിയ ഹൃദയം തരും, പാപക്ഷമ തരും. ദൈവജനത്തിന് ഇതുവരെയുള്ള ഉടമ്പടികളെക്കാൾ സവിശേഷതയുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ് നമ്മൾ ഒപ്പുവെക്കുന്ന, നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന പുതിയ ഉടമ്പടി, ദ ന്യൂ കവനന്റ്. അങ്ങനാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ്, എന്തുകൊണ്ടാണ് ഈ പുതിയ നിയമം, പുതിയ ഉടമ്പടി പഴയ ഉടമ്പടികളെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത്? ബെറ്റർ കവനന്റ്. ദൈവം ചെയ്ത ഉടമ്പടി ആയതുകൊണ്ട് പഴയ ഉടമ്പടിയൊക്കെ മോശമാണോ? ദൈവം ചെയ്തത് കൊണ്ട് അത് ദൈവം അതെന്താ അങ്ങനെ ചെയ്ത്? ഇവിടെയാണ് പ്രോഗ്രസീവ് റെവലേഷൻ എന്ന ബിബ്ലിക്കൽ ടേം വരുന്നത്. ദൈവം മനുഷ്യനോട് ഉടമ്പടി ചെയ്യുമ്പോൾ മനുഷ്യന്റെ ആത്മീക നിലവാരത്തിനനുസരിച്ചാണ് ദൈവം മനുഷ്യനോട് ഉടമ്പടി ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മക്കളോട് അങ്ങനല്ലേ? കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ പറയും, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഞാനിപ്പോൾ ഒരു ഡയറി മിൽക്ക് മേടിച്ചു തരാം, ഇല്ലേ? നമ്മൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ആരോടെങ്കിലും ഇപ്പം അത് പറയാറുണ്ടോ? ഇല്ല. നമ്മളോട് ആരും ഇപ്പം അത് പറയാറില്ല. പിന്നെ ഡയറി മിൽക്ക്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഇന്ന് ശിശുക്കളല്ല. ശിശുവായിരിക്കുമ്പോൾ ശിശുവിനോടുള്ള ഉടമ്പടിയാണ് ദൈവം ചെയ്യുന്നത്. ഇത് ബൈബിളിന്റെ എല്ലാ പഠിപ്പിക്കലുകളിലും അത് ബാധകമാണ്. ചില ആൾക്കാർ ചോദിക്കാറില്ലേ, ഈ പുതിയ നിയമത്തിൽ ദൈവം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രേഷ്ഠമായതൊക്കെയാണ് ചെയ്യണമെങ്കിൽ എന്നാ പിന്നെ അത് അന്ന് അബ്രഹാമിനോട് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? ഇതുവല്ലോ പറഞ്ഞ അബ്രഹാമിന് ഗ്രഹിക്കാനുള്ള പ്രാപ്തിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ യേശു പറഞ്ഞില്ലേ, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ. കാരണം എന്താ? അവർക്കൊന്നും കിട്ടാത്ത, യോഹന്നാന് കിട്ടാത്ത വെളിപ്പാടാണ് എനിക്ക് കിട്ടിയത്, നിങ്ങൾക്ക് കിട്ടിയത്, നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയത്. പ്രോഗ്രസീവ് റെവലേഷൻ, പുരോഗമനാത്മക വെളിപ്പാട്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞാൽ ഇതുവരെ വെളിപ്പെടുത്താത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താം. അത് യിരെമ്യാവിന് വെളിപ്പെട്ടിട്ടില്ല. യിരെമ്യാവ് ഇങ്ങനൊക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞാലും, ഏതാ പുതിയ ഉടമ്പടിയെ കുറിച്ചൊക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞാലും ഇത് ആർക്ക് മനസ്സിലായിട്ടില്ല. യിരെമ്യാവിന് ശരിക്കൊന്നും മനസ്സിലായിട്ടില്ല. അവര് പഴയ നിയമത്തിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ആരാഞ്ഞു നോക്കിയെന്നാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. ഇതൊക്കെ എന്തായിരിക്കും? യിരെമ്യാവ് ഇത് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കും, ദൈവം എന്നോട് ഇതൊക്കെ വെളിപ്പെടുത്തി തന്നു, പക്ഷെ ഇതെന്തായിരിക്കും? യിരെമ്യാവ് ചിന്തിച്ചു കാണും, ഇതൊരു പ്രോഗ്രസീവ് റെവലേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? തലയ്ക്ക് മുകളിലൂടെ പോകുന്നുണ്ടോ? ഉണ്ടോ? പ്രശ്നമാണോ? കുഴപ്പമില്ല, ഓക്കെ. അങ്ങനാണെങ്കിൽ ഈ പുതിയ ഉടമ്പടി, പുതിയ നിയമം എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ പ്രധാനമായും താരതമ്യം ചെയ്യുന്നത് മോശൈക ഉടമ്പടിയും
മശിഹൈക ഉടമ്പടിയും തമ്മിലാണ്. മോശയോട് ദൈവം ചെയ്ത, മോശയിലൂടെ പഴയ നിയമ ന്യായപ്രമാണം നൽകിയ ഉടമ്പടിയും പുതിയ ഉടമ്പടി യേശു ക്രിസ്തുവിലൂടെ നമ്മളോട് ചെയ്ത ഉടമ്പടിയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഇവിടെ. ഈ താരതമ്യം മറ്റുള്ള ഉടമ്പടികൾക്കും ബാധകമാണ്. ഓക്കെ, ഒന്ന്, പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. അതിനു മുമ്പ് റോമാലേഖനം 8-ാം അധ്യായം 3-4 വാക്യങ്ങൾ. റോമർ 8-ന്റെ 3-4 വാക്യങ്ങൾ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. റോമർ 8-ന്റെ 3-4 നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ന്യായപ്രമാണത്തിന്റെ ഉടമ്പടി ജഡത്തിലുള്ള ഒരു ഉടമ്പടിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ബാഹ്യമായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ്. നിങ്ങൾ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് ജഡത്തിലുള്ള ഉടമ്പടിയല്ല, ആത്മാവിലുള്ള ഉടമ്പടിയാണ്. ബാഹ്യമായ ഉടമ്പടിയല്ല, ആന്തരികമായിരിക്കുന്ന ഉടമ്പടിയാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ ഈ പുതിയ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. എസെക്കിയേൽ 36:26, ചാപ്റ്റർ 36 വേഴ്സ് 26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. പുതിയ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത, അത് എവിടമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? നമ്മുടെ ജഡത്തിലല്ല. ന്യായപ്രമാണത്തിന്റെ ഉടമ്പടി ഒന്ന് നോക്കി, ജഡത്താലുള്ള പരിച്ഛേദന എന്ന വാക്ക് വരുന്നു, നിങ്ങളുടെ പ്രവർത്തികൾ എന്നുള്ള വാക്കുകൾ വരുന്നു. പക്ഷേ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ജഡത്തിൽ ആരംഭിക്കുന്നതല്ല പുതിയ ഉടമ്പടി, അത് ആത്മാവിൽ ആരംഭിക്കുന്നതാണ്. ആത്മാവിലൊരു വീണ്ടും ജനനത്തിലൂടെയാണ് ഒരു വ്യക്തി പുതിയ ഉടമ്പടിയിലേക്ക് വരുന്നത്. ഞാന് പരിച്ഛേദന ഏറ്റുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പുതിയ ഉടമ്പടിയിലേക്ക് വരാൻ കഴിയില്ല. ശരീരത്തിൽ പരിച്ഛേദന ഏറ്റ് എനിക്ക് പുതിയ ഉടമ്പടിയിലേക്ക് വരാൻ കഴിയില്ല. അത് എവിടാ സംഭവിക്കേണ്ടത്? ഹൃദയത്തിൽ. അതുകൊണ്ടാണ് റോമാലേഖനത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ടല്ലോ, ജഡത്തിലുള്ള പരിച്ഛേദനയല്ല പരിച്ഛേദന, പിന്നെ എങ്ങനെ? ആത്മാവിലുള്ള പരിച്ഛേദന. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഒരു പരിച്ഛേദന ഏറ്റത് കൊണ്ടോ ശബത്താചരിച്ചത് കൊണ്ടോ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? പുതിയ ഉടമ്പടിയിലേക്ക് വരാൻ കഴിയില്ല. അത് എങ്ങനെയാണ്? അത് ആന്തരികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പുതിയ ഉടമ്പടി ഒന്നാമത് ശ്രേഷ്ഠമായിരിക്കും. ഇറ്റ് ഈസ് ഇന്റേണൽ, ആന്തരികമായിരിക്കുന്ന ഒരു ഉടമ്പടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. നമ്മൾ പല മതങ്ങളും ഇപ്പോഴും ക്രിസ്തീയ സഭകൾക്കിടയിൽ പോലും ശരീരത്തിൽ എന്തെങ്കിലും ഒരു ആചാരം അനുഷ്ഠിച്ചത് കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അത് അവർ പഠിപ്പിക്കുന്ന പുതിയ ഉടമ്പടിയല്ല. അത് സ്നാനമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സഭയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നൊരു പ്രത്യേക ചടങ്ങായിക്കൊള്ളട്ടെ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിക്കൊള്ളട്ടെ, ഇതൊന്നും പുതിയ ഉടമ്പടിയിൽ വരില്ല. പുതിയ ഉടമ്പടിയിലേക്ക് വരണമെങ്കിൽ വീണ്ടും ജനനത്തിലൂടെ, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി പുതിയതായി ജനിക്കുമ്പോഴാണ് പുതിയ ഉടമ്പടിയിലേക്ക് വരുന്നത്. ഒരാചാരം കൊണ്ടോ
ഒരു അനുഷ്ഠാനം കൊണ്ടോ ഒരു പ്രത്യേക മെമ്പർഷിപ്പ് കൊണ്ടോ നമുക്ക് പുതിയ ഉടമ്പടിയിലേക്ക് വരാൻ സാധ്യമല്ല. യഹൂദന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, ഞങ്ങൾ പരിച്ഛേദനയേറ്റവരാണ്. പുതിയ ഉടമ്പടി പറയുകയാണ് നടക്കൂല, അങ്ങനല്ല, അങ്ങനെ നടക്കൂല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണേ, ഇതിനകത്ത് പല സഭകളിലുള്ളവരുണ്ടല്ലേ. നമ്മളൊരു പ്രത്യേക സഭയിൽ ജനിച്ചത് കൊണ്ട് നമുക്ക് ആ സഭയുടെ അംഗത്വം കിട്ടുമായിരിക്കും. പക്ഷെ പുതിയ ഉടമ്പടിയുടെ ഭാഗമാകണമെങ്കിൽ നാം ആത്മാവിൽ വീണ്ടും ജനനം അനുഭവിക്കണം. ദൈവവചന കേൾവിയുടെ മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച്, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് പകരമായി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അത് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ മാറുകയാണ്. ഞാൻ പുതിയ ഉടമ്പടിയുടെ ഭാഗമായി തീരുകയാണ്. രണ്ടാമത്, എന്തുകൊണ്ട് ഈ ഉടമ്പടി ശ്രേഷ്ഠമാണ്? ഒന്ന്, എക്സ്റ്റേണൽ വേഴ്സസ് ഇന്റേണൽ. രണ്ട്, പാർഷ്യൽ ഫോർഗിവ്നെസ് വേഴ്സസ് കംപ്ലീറ്റ് ഫോർഗിവ്നെസ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ പഴയ നിയമത്തിലൊക്കെ യാഗം കഴിച്ചപ്പോൾ പാപത്തിന് പരിഹാരം വന്നായിരുന്നോ? ഇല്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം, എബ്രായ ലേഖനമാണ് ഈ വിഷയങ്ങളെയൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായം 3-4 വാക്യങ്ങളൊന്ന് വായിച്ചാൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാകുന്നു. പാപങ്ങൾ മറയ്ക്കപ്പെടുന്നു എന്നാണോ പറഞ്ഞത്? പാപങ്ങൾ മോചിക്കപ്പെടുന്നു എന്നാണോ പറഞ്ഞത്? ഓരോ വർഷവും യാഗം കഴിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്: നീ പാപിയാടേ. ഈ ഓർമ്മപ്പെടുത്തലാണ് വാസ്തവത്തിൽ ഓരോ യാഗങ്ങളിലും സംഭവിക്കുന്നത്. മാത്രമല്ല, 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? എബ്രായർ 10:4, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇവർ പോയി യാഗമൊക്കെ കഴിച്ചിട്ട് പാപത്തെ നീക്കുകയാണോ ചെയ്യുന്നത്? ഇല്ല, ഓർമ്മിപ്പിക്കുകയാണ്: എടാ, നീ ഒരു പാപിയാണ്. എന്നാൽ എബ്രായർ 10:10 നാം ഇങ്ങനെ വായിക്കുന്നു: നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും ഒക്കെ രക്തം കൊണ്ട് യാഗം കഴിച്ചു, പക്ഷെ ആ പാപം മോചിക്കപ്പെടുന്നില്ല. പിന്നെന്ത് ചെയ്തു? നമ്മുടെ പാപത്തെയൊക്കെ ഒന്ന് മറച്ചു വെക്കുകയാണ് അവിടെ ചെയ്യുന്നത്. മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയേ, എബ്രായർ 9:9 നമ്മൾ വായിക്കുന്നത് എന്താണ്? എബ്രായർ 9:9, ഈ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട് യാഗവും അർപ്പിച്ചു പോരും. അവിടെ പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ് പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട് യാഗവും. ഈ പഴയ ഉടമ്പടിയിൽ കഴിക്കുന്ന യാഗമൊക്കെ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ പാപത്തെ ക്ഷമിച്ച് പൂർണ്ണമായും ദൈവത്തോടൊരു സമാധാന ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതല്ല. പിന്നെയോ, അതുകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നെന്ന് അറിയാവോ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വീട് പൂട്ടി ഒന്ന് ഇറങ്ങി, വീട് പൂട്ടി ഇറങ്ങിയിട്ട് 2 സ്റ്റെപ്പ് തിരിഞ്ഞ് ശേഷം വീണ്ടും ചെന്നിട്ട് ആ താഴെ പിടിച്ചൊന്ന് തിരിച്ചു നോക്കി. എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? ഒരു സംശയം, പൂട്ടു വീണോ? വീട്ടിൽ വന്നു പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സംശയം, ശരിക്കും പൂട്ടിയോ? അയൽവക്കത്തേക്ക് വിളിച്ചിട്ട് വിശ്വസ്തനായ ഒരാളോട് ആ ഡോർ പൂട്ടിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാമോ? ഞാൻ മോട്ടർ ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാമോ? ഇല്ലെങ്കിൽ വെള്ളം നിറഞ്ഞ് വീഴുകയാണെങ്കിൽ ആ ഫ്യൂസ് ഒന്ന് ഊരി പുറത്ത് വെച്ചേരെ. ഇല്ല, നമുക്കൊക്കെ ഇവിടെയൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്.
ഉറപ്പില്ലാതെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വീണ്ടും വീണ്ടും അതേ കാര്യം ആവർത്തിക്കും. ഈ യഹൂദന്മാര് വീണ്ടും വീണ്ടും യാഗം കഴിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാ? ആ യാഗം കൊണ്ട് എൻ്റെ പാപത്തിന് പരിഹാരം വന്നു എന്ന് ബോധ്യമുണ്ടായിരുന്നു എങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്യില്ല? വീണ്ടും വീണ്ടും അതേ യാഗം ആവർത്തിക്കില്ലായിരുന്നു. ഈ യഹൂദന്മാർ ന്യായപ്രമാണം അനുസരിച്ച് യാഗം വീണ്ടും വീണ്ടും കഴിച്ചത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം അവർക്ക് നമുക്ക് ലഭിച്ചതുപോലെ എൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു ഉറപ്പ് അവർക്ക് ഒരിക്കലും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച യാഗത്താൽ. 11-ാം വാക്യത്തിൽ എന്നിട്ട് പറയുന്നതിനാ നോക്കിയേ, ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. അവര് എന്തുകൊണ്ടാ പിന്നെയും പിന്നെ ഒരേ യാഗം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഈ ഉറപ്പ് കിട്ടിയിട്ടില്ല എന്റെ പാപത്തിന് പരിഹാരം വന്നെന്ന്. ഈ ചില ആളുകളില്ലേ, പാപം മോചിക്കപ്പെട്ടു എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും? പിന്നെയും ഇനി എന്തുകൂടെ ചെയ്താലാണ് എൻ്റെ പാപത്തിന് പരിഹാരം കിട്ടുന്നത്, എന്ത് ആചാരം അനുഷ്ഠിച്ചാലാണ്, എന്ത് സൽപ്രവൃത്തി ചെയ്താലാണ്, ഈ ഒരു അന്വേഷണമാണ്. പക്ഷെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആ അന്വേഷണം അവസാനിക്കുന്നു, നമ്മളൊരു സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. 12-ാം വാക്യത്തിൽ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട്. 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ യാഗം ശ്രേഷ്ഠമായിരിക്കുന്നത്? പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠമായതെന്ന് ചോദിച്ചാൽ, പഴയ ഉടമ്പടി പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാത്തതായിരുന്നു എങ്കിൽ പുതിയ ഉടമ്പടി പാപത്തിന് ഒരേ ഒരു യാഗത്താൽ എന്നേക്കും പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, പുതിയ ഉടമ്പടി ആന്തരികമാണ്, ബാഹ്യമല്ല. രണ്ട്, പുതിയ ഉടമ്പടി പാപത്തിന് പൂർണ്ണമായും പരിഹാരം വരുത്തുന്നു എന്നുള്ളതാണ്. ഇനി പുതിയ ഉടമ്പടിയുടെ മറ്റൊരു പ്രത്യേകത, പുതിയ ഉടമ്പടിയുടെ പുരോഹിതനാണ്. പഴയ ഉടമ്പടിയുടെ പുരോഹിതനെ വിളിച്ചിരിക്കുന്നത് ബലഹീനൻ എന്നാണ്, ബലഹീനൻ. പക്ഷെ പുതിയ ഉടമ്പടിയുടെ പുരോഹിതനെ തികഞ്ഞവനായി തീർന്നവൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. നോക്കിയേ, ഹീബ്രൂസ് 7:28, എബ്രായർ 7:28. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനെ കുറിച്ചാണ് പുതിയ ഉടമ്പടി നമ്മളോട് പറയുന്നത്. അവിടെ വായിക്കുന്ന എന്താണ്? തികഞ്ഞവനായി തീർന്ന പുത്രനാണ് പുതിയ ഉടമ്പടിയുടെ പുരോഹിതൻ. എന്നാൽ പഴയ ഉടമ്പടിയുടെ പുരോഹിതനോ ബലഹീന മനുഷ്യൻ. അതിൻ്റെ സബ്ബായിട്ട് ചില ചിന്തകൾ, വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, യേശു ക്രിസ്തുവിനെ ശ്രേഷ്ഠ പുരോഹിതൻ എന്ന് പറയാനൊരു കാരണം, അവൻ പാപമില്ലാത്ത പുരോഹിതനാണ്. ഈ പഴയ നിയമത്തിലെ എല്ലാ പുരോഹിതന്മാർക്കും ഒരു പ്രത്യേകതയുണ്ട്. അവര് ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുന്നതിന് മുൻപ് ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കണം. എബ്രായർ 7:27 അത് വായിക്കുന്നുണ്ട്. ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അവൻ ആരാണെന്നറിയാമോ?
പാപമില്ലാത്തവൻ, സിൻലെസ് പ്രീസ്റ്റ്. എബ്രായർ 7:26 ഒന്ന് നോക്കിയോ, തൊട്ടുമുകളിലുള്ള വാക്യമാണ്. എന്താ അവിടെ പറയുന്നത്? ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ, എബ്രായർ 7:26, നമുക്ക് വേണ്ടിയത്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലയോ നമുക്ക് വേണ്ടിയത്. എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമല്ലേ, ഒന്ന് പറഞ്ഞേ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലയോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. പാപത്തോട് വേർപെട്ട പവിത്രനായ, നിർമ്മലനായ, നിഷ്കളങ്കനായ യേശുക്രിസ്തുവാണ് പുതിയ ഉടമ്പടിയുടെ പുരോഹിതൻ. മാത്രമല്ല, നോട്ട് ഓൺലി ദാറ്റ് ഹി ഈസ് എ സിൻലെസ് പ്രീസ്റ്റ്, അവന്റെ പുതിയ ഉടമ്പടിയിലെ ഈ പുരോഹിതന്റെ ഒരു പ്രത്യേകത, അവൻ തന്നെത്താൻ യാഗം കഴിച്ചവനാണ്. തന്നെ യാഗം കഴിച്ചവനാണ്. പഴയ ഉടമ്പടിയിലെ അഹറോനോ അല്ലെങ്കിൽ അബ്യാദാറോ ആരെങ്കിലും തന്നെത്താൻ യാഗം കഴിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു മാത്രമാണ് തന്നെത്താൻ. എബ്രായർ 7:27 നമ്മളത് വായിക്കുന്നുണ്ട്. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പുരോഹിതനൊന്ന് ഭാവനയിൽ കാണാൻ നമുക്ക് പറ്റൂ? ഒന്ന് ചിന്തിച്ച്, തന്നെ യാഗം കഴിക്കുന്ന ഒരു മഹാപുരോഹിതൻ. നമ്മുടെ ജീവിതത്തിൽ എത്ര നന്ദി പറയണം. യാഗം കഴിക്കാൻ കയറുമ്പോഴേ പഴയ പുരോഹിതന്മാരൊക്കെ ഒരു ആട്ടിൻകുട്ടിയൊക്കെ എടുത്തോണ്ടാണ് കയറുന്നത്. പക്ഷേ യേശുക്രിസ്തു, അവൻ്റെ കയ്യിൽ ഒരു ആടുമില്ല, അവൻ്റെ കയ്യിൽ ഒരു യാഗവസ്തുവുമില്ല. ഇസ്ഹാക്ക് അബ്രഹാമിനോട് ചോദിച്ച പോലെ, ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളൂ. ആരാണ് യഹോവ കരുതി വെച്ച ആട്ടിൻകുട്ടി? പുരോഹിതൻ പറയുകയാണ്, യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ചില ആളുകൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, പീലാത്തോസാണ് യേശുവിനെ ക്രൂശിച്ചത്, യൂദ കാരണമാണ് യേശു മരിക്കേണ്ടി വന്നത്. അല്ല, യേശുക്രിസ്തു തന്നെത്താൻ യാഗമായിട്ട് അർപ്പിച്ചതാണ്. മാത്രമല്ല, ഈ പുരോഹിതൻ എന്നേക്കുമുള്ള ഒരു പുരോഹിതനാണ്. ഈ പഴയ നിയമ പുരോഹിതന്മാരൊക്കെ മരണത്താൽ മാറ്റപ്പെടുന്ന പുരോഹിതന്മാരാണ്, അല്ലേ? ഒരു പുരോഹിതൻ ജീവിച്ചിരിക്കുമ്പോൾ അവനാണ് പുരോഹിതൻ, അവൻ മരിച്ചു കഴിയുമ്പോൾ അടുത്തയാൾ പുരോഹിതനായിട്ട് വരും. എബ്രായർ 7:23-24 വാക്യങ്ങളിൽ മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ ആയിത്തീർന്നവർ അനേകരാകുന്നു. ഇവനോ, ആര്? യേശുക്രിസ്തു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. മാറാത്ത പൗരോഹിത്യമാണ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം. കാരണം അഹറോൻ മരിച്ചു, അവന്റെ പുത്രൻ പുരോഹിതനായി. ഓരോ പുരോഹിതന്മാരും മരിച്ചു, അവരുടെ മക്കൾ പുരോഹിതന്മാരായി. എന്നാൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന് ഇനി ഒരു മാറ്റം വരികയില്ല. യേശുവിന് പകരമായി ഇനി അടുത്തതായി ഒരു പുരോഹിതൻ വരേണ്ട ആവശ്യമില്ല. കാരണം പുരോഹിതൻ എന്തിനാ വരുന്നത്? യാഗം കഴിക്കാനാ വരുന്നത്. ഇനി യാഗം ആവർത്തിക്കുന്നില്ല, പിന്നെന്തിനാണ് വീണ്ടും ഒരു പുരോഹിതൻ? യേശുക്രിസ്തു എന്നേക്കുമുള്ള ഒരു പുരോഹിതനാണ്. പ്രിയപ്പെട്ടവരെ, യാഗം ആവർത്തിക്കപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ ഇനി ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. മാത്രമല്ല, ഈ പുരോഹിതന്റെ ഒരു ശുശ്രൂഷ അവൻ ഒരുക്കുന്നത് പൂർണ്ണമായി രക്ഷിക്കുന്ന പുരോഹിതനാണ്. എബ്രായർ 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. പൂർണ്ണമായി രക്ഷിക്കുന്ന പുരോഹിതൻ. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ഒരു പുഴയുടെ വക്കത്തൂടെ നടന്നു പോവുക, ഒരാൾ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താണോണ്ടിരിക്കുക, രക്ഷിക്കണേ എന്നൊരു വിളി കേട്ടു, നമ്മൾ ചാടി വെള്ളത്തിലേക്ക് എടുത്തിയാടി. നമുക്ക് നീന്തൽ അറിയാം. നമ്മൾ വെള്ളത്തിലേക്ക് എടുത്തിയാടി ഈ മനുഷ്യന്റെ മുടിയിൽ പിടിച്ച് വലിച്ച് കരയെ കൊണ്ടുവന്നിട്ടു. ഈ വെള്ളത്തിൽ ചാടിയ സമയം കൊണ്ട്, വെള്ളത്തിൽ മുങ്ങിത്താണ സമയം കൊണ്ട് ഇയാൾ ഒരുപാട് വെള്ളം കുടിച്ചായിരുന്നു.
നമ്മൾ കരയെ വലിച്ചു കൊണ്ടുവന്നിട്ടാൽ ഇയാൾ മരിക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലേ. ശ്വാസകോശത്തിനകത്തൊക്കെ വെള്ളം പോയാൽ തീർച്ചയായും മരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇയാളെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു, പക്ഷെ മരണത്തിൽ നിന്ന് രക്ഷിച്ചോ? ഇല്ല. യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര യാഗത്തിൻ്റെ ഒരു പ്രത്യേകത, അവൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്ഷ എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിച്ചു, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒരിക്കൽ രക്ഷിക്കും. ഇന്ന് അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പിതാവിൻ്റെ അടുക്കൽ നിന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. നമ്മൾ ഈ കരയിലേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യനുണ്ടല്ലോ, അയാൾ എന്ത് ചെയ്യാൻ? അയാളുടെ വയറ് ഞെക്കുകയാണ്. എന്തിനാ? കുടിച്ച വെള്ളമൊക്കെ പുറത്ത് കളയണം. വായിൽ കൂടെ മൂക്കിൽ കൂടെയൊക്കെ അകത്ത് പോയ വെള്ളം ഞെക്കി പുറത്ത് കളഞ്ഞ് അവനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപത്തിൻ്റെ ശിക്ഷയായി അവൻ ഒരിക്കൽ മരിച്ചു. എന്നാൽ അവൻ്റെ ശുശ്രൂഷ അവിടെ അവസാനിച്ചില്ല. അവൻ എന്ത് ചെയ്തു? നമ്മുടെയൊക്കെ അകത്തുള്ള, നമ്മുടെ മേലുള്ള പാപത്തിൻ്റെ സ്വാധീനമുണ്ടല്ലോ, അതിൽ നിന്ന് അവൻ നമ്മളെ വിടുവിക്കുകയാണ്. അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുകയാണെന്ന് അറിയാമോ? പിതാവിനോട് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ പകർന്ന് പാപത്തിന്റെ ശക്തിയോട് ഫൈറ്റ് ചെയ്യാനുള്ള ബലം നമ്മളിൽ പകരുകയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ പോയ, നമ്മുടെ ജഡത്തിൽ കടന്നു പിടിച്ചിരിക്കുന്ന ഈ പാപ സ്വഭാവത്തെ അവൻ ഞെക്കി പുറത്തു കളഞ്ഞുകൊണ്ടിരിക്കുക. അവൻ ഭാഗികമായി രക്ഷിക്കുന്ന പുരോഹിതനല്ല, പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. പെട്ടെന്ന് 2 പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രേഷ്ഠമായ ഉടമ്പടിയാണ്. 4-ാമത്തേത്, ഈ പോയിന്റ് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയും. 4, ഈ പുതിയ ഉടമ്പടിയിലെ യാഗപീഠം എവിടെയാണെന്നുള്ളതാണ്. എവിടാണ് പുതിയ ഉടമ്പടിയിലെ യാഗപീഠം? എവിടാ? കാൽവരി ക്രൂശാണെന്നാണ് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ. വാസ്തവത്തിൽ കാൽവരി ക്രൂശിലല്ല യാഗപീഠം. യാഗമൃഗം അറുക്കപ്പെട്ടത് കാൽവരി ക്രൂശിലാണ്. പക്ഷെ എവിടെയാണ് ആ യാഗരക്തം തളിക്കപ്പെട്ടത്? അവിടെയാണ് അല്ലേ? അങ്ങനല്ലേ? യാഗപീഠത്തിന്മേൽ എന്ത് ചെയ്യണം? യാഗരക്തം തളിക്കണം. അവിടാണ് യേശുക്രിസ്തു തൻ്റെ രക്തം എവിടാണ് സമർപ്പിച്ചത്? എബ്രായർ 8:4 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകയില്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ വാസ്തവത്തിൽ ഭൂമിയിലല്ല. അവന്റെ പൗരോഹിത്യ ശുശ്രൂഷ എവിടാണെന്നറിയാമോ? എബ്രായർ 9:23-24 വാക്യങ്ങൾ. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്ന ആവശ്യം. എന്ന് പറഞ്ഞാൽ പഴയ ഉടമ്പടിയിലെ യെരുശലേം ദൈവാലയത്തിലെ യാഗപീഠത്തെ കുറിച്ച് അവിടെ പറയുന്നു. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. വാസ്തവത്തിൽ യേശുക്രിസ്തു തൻ്റെ യാഗരക്തവുമായി എവിടേക്കാണ് കടന്നു ചെന്നത്? പിതാവിൻ്റെ അടുക്കലേക്കാണ്. സ്വർഗീയമായ ഒരു യാഗപീഠത്തിലേക്കാണ് അവൻ കടന്നു ചെന്നത്. യേശുവിൻ്റെ യാഗപീഠം, യാഗം അർപ്പിച്ചത് സ്വർഗീയമായ മന്ദിരത്തിലാണ്. അതിൻ്റെ പ്രതിരൂപമായിട്ടാണ് യെരുശലേം ദേവാലയം, അതിൻ്റെ പ്രതിരൂപമായിട്ടാണ് സമാഗമന കൂടാരം ഉണ്ടാക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? യേശു യാഗമായി തൻ്റെ രക്തം അർപ്പിച്ചത് സ്വർഗത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ പാപത്തിന്
പരിഹാരം വരുവാനായിട്ടിടയായി തീർന്നത്. അഞ്ചാമത്തെ കാര്യം 5, പഴയ ഉടമ്പടി നമ്മളെ ബന്ധിക്കുന്നു, പുതിയ ഉടമ്പടി നമ്മെ സ്വതന്ത്രരാക്കുന്നു. പഴയ ഉടമ്പടി ന്യായപ്രമാണത്തിന്റെ കീഴിൽ നമ്മെ അടച്ചു കളയുന്നു. പഴയ ഉടമ്പടി നമ്മെ ദാസന്മാരാക്കുന്നു. പുതിയ ഉടമ്പടി നമ്മളെ മക്കളാക്കി മാറ്റുന്നു, സ്വതന്ത്രരാക്കി മാറ്റുന്നു. നോക്കിയാട്ടെ, 2 കൊരിന്ത്യർ 3:17 നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ ആത്മാവുള്ളയിടത്ത് എന്തോ ഉണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. പുതിയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ തന്നു കഴിഞ്ഞപ്പോൾ നാം ആരായിത്തീരുക ചെയ്തത്? സ്വതന്ത്രരായി തീരുക ചെയ്തത്. പക്ഷെ പഴയ ഉടമ്പടിയോ? നോക്കിയേ, നമുക്ക് പരിചയമുള്ളൊരു വാക്യമാണ് ഗലാത്യ ലേഖനം 4:24-26 വാക്യങ്ങൾ. ഇത് സാദൃശ്യമാകുന്നു. ഈ പഴയ ഉടമ്പടിയെയും പുതിയ ഉടമ്പടിയെയും 2 സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് പഠിപ്പിക്കുകയാണ്. എന്താണ് സാദൃശ്യം? ഈ 2 സ്ത്രീകൾ, ഒന്ന് സാറ, 2 ഹാഗാർ, 2 സ്ത്രീകൾ 2 നിയമങ്ങളത്രേ, 2 ഉടമ്പടികളത്രേ. ഒന്ന് സീനായി മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗാർ. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. എന്നിട്ട് 31-ാം വാക്യത്തിൽ പറയുകയാണ്, ഗലാത്യർ 4:31, അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, പിന്നെയോ സ്വതന്ത്രയുടെ മക്കളത്രേ. നമ്മൾ ആരുടെ മക്കളാണ്? നാം സ്വതന്ത്രയുടെ മക്കളാണ്. ഹാഗാർ എന്തിനെയാണ് അവിടെ പൗലോസ് വിശദീകരിക്കുമ്പോൾ, ഹാഗാർ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രതിബിംബമായിട്ട് നിൽക്കുന്നു. പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് സാറായുടെ മകനായി ജനിച്ചു എന്നുള്ളത്, അത് സ്വതന്ത്രനത്രേ എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. എന്നിട്ട് ഗലാത്യർ 5:1-2 വാക്യങ്ങളിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 2-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? ഗലാത്യ ലേഖനം എഴുതിയതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താ? ഗലാത്യ ലേഖനം എഴുതിയതിൻ്റെ ഒരു പശ്ചാത്തലം, പുതിയ വിശ്വാസികൾ, പുതിയ നിയമ വിശ്വാസികളിൽ ചിലർ വിചാരിച്ചു നമ്മൾ ഈ പഴയ നിയമത്തിലെ പരിച്ഛേദനയൊക്കെ വീണ്ടും ഏൽക്കണം, പഴയ നിയമത്തിലെ ശബത്തൊക്കെ വീണ്ടും ആചരിക്കണം, ആദ്യം യഹൂദരായാലേ ശരിക്കും ക്രിസ്ത്യാനിയാവുള്ളൂ. അങ്ങനെ അവർ ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് പോകുന്നു. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതൊഴിച്ച് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനായാലും ഇനി ഞങ്ങൾ തന്നെ പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത്. നിങ്ങൾ പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. വീണ്ടും നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ, വീണ്ടും നിങ്ങൾ പഴയ നിയമത്തിന്റെ യാഗങ്ങളിൽ ആശ്രയിച്ചാൽ, വീണ്ടും നിങ്ങൾ ശബത്താചരിച്ചാൽ, ന്യായപ്രമാണത്തിന്റെ യാഗങ്ങളുടെ പുറകെ പോയാൽ, നിങ്ങൾ നിയമവാദികളായ ലീഗലിസ്റ്റുകളായ ക്രിസ്തുവിനെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ ലീഗലിസ്റ്റുകളാണ്. യേശുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടു, സ്തോത്രം. പക്ഷേ അത് കഴിഞ്ഞ് നിങ്ങൾ ജീവിക്കുമ്പോൾ ഇന്ന കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾ പുതിയ ഉടമ്പടിയിൽ വരും. നോ, ഇറ്റ്സ് ആൻ അൺകണ്ടീഷണൽ കവനന്റ്. വ്യവസ്ഥ കൂടാതെയുള്ള വീണ്ടെടുപ്പാണ് കർത്താവ് നമുക്കായിട്ട് ഒരുക്കിയത്. ഏറ്റവും അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ വിരാമം കുറിക്കാം. പഴയ ഉടമ്പടിയുടെ മഹത്വം മങ്ങുന്നതായിരുന്നു എങ്കിൽ പുതിയ ഉടമ്പടിയുടെ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നതാണ്. 2 കൊരിന്ത്യർ 3:13-18 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. പഴയ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശെ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ
അതായത് നീങ്ങിപ്പോകുന്ന മഹത്വമാണ്, തേജസ്സാണ് പഴയ ഉടമ്പടിക്കുണ്ടായിരുന്നത്. എന്നാൽ പുതിയ ഉടമ്പടിക്ക് 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. പഴയ ഉടമ്പടി അത് ടെമ്പററിയാണ്, താൽക്കാലികമായ ഒരു ഉടമ്പടിയാണ്. അത് നീങ്ങിപ്പോകുന്ന ഉടമ്പടിയാണ്. അതിൻ്റെ തേജസ് ഫെയ്ഡ് ഔട്ട് ചെയ്യുന്നതാണ്, മങ്ങിപ്പോകുന്നതാണ്. എന്നാൽ പുതിയ ഉടമ്പടി, പ്രൈസ് ദി ലോർഡ്, നാം പ്രാപിച്ചിരിക്കുന്ന ഈ തേജസ് നിങ്ങളാരും വിചാരിക്കരുത് മങ്ങി 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 അങ്ങ് പോകുന്നതല്ല. പിന്നെയോ ഓരോ ദിവസം കഴിയുന്നവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. നാം ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഒരു ആത്മീയ തേജസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവത്തിലും ഒരു തേജസ് പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം മങ്ങിപ്പോകുന്ന തേജസ്സിന്റെ ജീവിതമല്ല. പിന്നെയോ ഗ്ലോറി അപ്പോൺ ഗ്ലോറി, ഇൻക്രീസിംഗ് ഗ്ലോറി, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി നാം ഒരു ദിവസം രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ തേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളാരും വിചാരിക്കുന്നത് ഒരു ഓറയാണെന്നല്ലേ, ഈ തലയുടെ പുറകിലൊരു വട്ടത്തിലൊരു വെളിച്ചമാണോ? അതല്ല തേജസ്. ക്രിസ്തുവിന്റെ സ്വഭാവം ഡേ ബൈ ഡേ നാം ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുക. അതാണ് വാസ്തവത്തിൽ ദൈവത്തിലെ നമ്മുടെ തേജസ് എന്ന് പറയുന്നത്. മുഖത്ത് പൗഡർ ഇട്ട് വരുത്തുന്ന തേജസ് അല്ല. മരിച്ചു കിടക്കുമ്പോൾ ചില ആളുകളുടെ മുഖത്ത് നോക്കി നമ്മൾ പറയും, ഓ എന്തൊരു തേജസ്സാണ്. മുഖത്തെ ഒരു പ്രകാശത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു ദൈവ പൈതൽ പ്രാപിക്കുന്ന ഒരു തേജസ്സുണ്ട്. അത് നക്ഷത്രങ്ങളുടെ തേജസ്സല്ല, അത് ചന്ദ്രന്റെ തേജസ്സല്ല, കേവലം സൂര്യന്റെ തേജസ് പോലുമല്ല. ക്രിസ്തുവിന്റെ തേജസ് പ്രാപിച്ചവരായി, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരായി ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി നാം രൂപാന്തരം. പുതിയ ഉടമ്പടി നമ്മളെ എങ്ങനെ മാറ്റുമെന്നറിയാം? ക്രിസ്തുവിനോട് അനുരൂപരാക്കി മാറ്റും. പഴയ ഉടമ്പടികളൊന്നും നമ്മളെ മാറ്റിയിട്ടില്ല. പഴയ ഉടമ്പടികൾ, ന്യായപ്രമാണം, അത് നമ്മെ മാറ്റിയിട്ടില്ല. മാറ്റുന്നത് പുതിയ ഉടമ്പടിയാണ്. പുതിയ സൃഷ്ടിയാക്കി, പുതിയ ഹൃദയം തന്നു. ന്യായപ്രമാണ പുസ്തകത്തിലല്ല, ഹൃദയത്തിൽ എഴുതി തന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വഴി ഇതാകുന്നു മകനെ, ഇതിലേ നടന്നുകൊള്ളുവീനെന്ന് ആലോചന പറഞ്ഞു തന്ന് നമ്മെ വഴി നടത്തുന്ന പുതിയ ഉടമ്പടിയുടെ ഉറപ്പ്. കണ്ണുകളെ അടച്ചാട്ടെ, ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് അഗ്രമാക്കി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ഈ പുതിയ ഉടമ്പടി തന്നെത്താൻ യാഗമായി അർപ്പിച്ച ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ, നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. തന്നെത്താൻ കാൽവരി ക്രൂശിൽ തൻ്റെ രക്തം ചിന്തപ്പെട്ടവനായ യേശു ക്രിസ്തു, അവനാണ് നമ്മുടെ ഹല്ലേലൂയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. മരണത്താൽ മറയപ്പെട്ടു പോകുന്നവനല്ല, പിന്നെയോ അവൻ ക്രിസ്തുവിൻ്റെ ആ യേശു ക്രിസ്തു അവൻ എന്നേക്കുമുള്ള മഹാപുരോഹിതനാണ്. അവൻ പവിത്രനാണ്, പാപമില്ലാത്ത നിർമ്മലനാണ്. ഹല്ലേലൂയ. സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. സ്തോത്രം. ഈ പുതിയ ഉടമ്പടിയുടെ ഭാഗമാകാൻ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടവൻ,
പുതിയ ഉടമ്പടിയുടെ ഭാഗമായി തീർന്ന പ്രിയ ദൈവമക്കളെ, ഇറ്റ്സ് ആൻ അൺകണ്ടീഷണൽ കവനന്റ്. നിന്റെ ഭക്തി നോക്കിയിട്ട് പുതിയ ഉടമ്പടിയിലേക്ക് നിന്നെ ചേർക്കുകയല്ല. നിന്റെ വിശ്വാസം കണ്ട് പ്രസാദിച്ച് നിന്നെ പുതിയ ഉടമ്പടിയിലേക്ക് ചേർക്കുകയല്ല. കൃപയാൽ കൃപയാൽ കൃപയാൽ. ഗ്രേസ്, ഗ്രേസ്, അൺകണ്ടീഷണൽ. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അൺകണ്ടീഷണൽ കവനന്റ്. കർത്താവേ, ഈ ഉടമ്പടിയുടെ ഭാഗമാക്കി എന്നെ മാറ്റിയതുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നന്ദിയുള്ളവരായി ജീവിക്കാൻ, പുതിയ ഉടമ്പടിയിൽ ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക. കർത്താവെ, എന്നെ തന്നെ സമർപ്പിക്കുമെന്ന് കർത്താവിൻ്റെ പാദത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നെ മുറ്റും തരുന്നിത കർത്താവേ എന്ന് കർത്താവിനോട് പറയാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ധാരാളമായ ദൈവകൃപ കൊണ്ട് കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ.